അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ഇമ്മ്യൂണിറ്റി കാർഡ് ലാലേട്ടൻ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ്. സന്തോഷമായി കേട്ടോ, എനിക്ക് സന്തോഷമായി. ലാലേട്ടൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്ക് എങ്ങനെ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കും, ഇമ്മ്യൂണിറ്റി കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്കും മോശം പ്രകടനം കാഴ്ചവെച്ചിട്ട് നിങ്ങൾ തന്നെ ജയിലിൽ വിട്ട ആളാണ് ഈ ആദില, അല്ലേ? ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നത്? വേറെ ലെവൽ. അപ്പോൾ അവളെ നിന്ന് അനീഷുണ്ടല്ലോ, എണീച്ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ക ഗ്രൂപ്പിസമാണ് സാർ ഇവിടെ. വേറെ ലെവൽ കേട്ടോ. അനീഷ് ചങ്കുറ്റത്തോടെ എണീച്ചിന്ന് ഗ്രൂപ്പിസം പൊളിച്ചടുക്കിയിട്ടുണ്ട്. ലാലേട്ടനൊപ്പം പറയുന്നുണ്ട്, അതെ നമുക്കും അങ്ങനെ തോന്നി എന്ന് പറയുന്നുണ്ട്. പക്ക ഗ്രൂപ്പിസമാണ്. കാരണം ഇത്രയും പെർഫോമൻസ്, വൃത്തികെട്ട പെർഫോമൻസ് ഈ ആഴ്ച കാഴ്ചവെച്ചിട്ടുള്ള ആദിലയ്ക്ക് ആ ഒരു കാർഡ് ഒട്ടും അർഹതയല്ല, ഒട്ടും അർഹതയല്ല. കാരണം നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, അല്ലേ? പ്രത്യേകിച്ച് അനീഷിനോട്. സത്യം പറഞ്ഞാൽ അനീഷ് ആയതുകൊണ്ടാണ് അത്രയും പിടിച്ച് നിൽക്കുന്നത്. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എപ്പോഴേ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് പുറത്തു പോയേനെ, അതിലൂടെ കഴുത്ത് പിടിച്ച് തിരിച്ചു വെച്ചിട്ട് പുറത്തു പോയേനെ. കാരണം അനീഷിനോട് അത്രയൊക്കെ ചെയ്തിട്ടും. കാരണം ഇത് ചോദിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഇന്നത്തെ എപ്പിസോഡ് ഈ വിഷയം ചോദിക്കത്തില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാസ്ക് ഗെയിം കുളമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷിനെ ഫയർ ചെയ്യുന്നു, അതുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലാലേട്ടന് വരുന്ന സമയത്ത് തന്നെ ആദരവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് തന്നെ ഒരു അരമണിക്കൂർ നീളുന്ന ഒരു പരിപാടിയാണ്. ലാലേട്ടന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ടീമൊക്കെ നല്ലൊരു ഇത് കൊടുക്കുന്നുണ്ട്, സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഒരു അരമണിക്കൂർ, 3/4 അത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ ഈ ഇമ്മ്യൂണിറ്റി കാർഡിൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പിസത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ പ്രൊമോയിൽ ആദിലയുടെ അനീഷിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന കാര്യമുണ്ടല്ലോ, അതും പിന്നെ കിച്ചണിൽ നടക്കുന്ന കുറച്ച് കാര്യം കൂടെ നാളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പില്ലോ വലിച്ചെറിയുന്നത്, ബെഡ്ഷീറ്റ് വലിച്ചെറിയുന്നത്, അതൊക്കെ നാളെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ചോദിക്കണം, ചോദിച്ചില്ലേ അത് വളരെ മോശമായി കേട്ടോ. കാരണം അത് ചോദിച്ചില്ലെങ്കിൽ അതിലെടുത്ത് കാണിക്കുന്ന ഒരു ഫേവറിസമായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായിട്ട് ബെഡ്ഷീറ്റ്, പില്ലോ, അവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിയുക, കിച്ചണിൽ ചെന്നിട്ട് കിച്ചണിൽ ഇരിക്കുന്ന കരണ്ടി, പാത്രം, അതും ഇതൊക്കെ വലിച്ചെറിയുക, ദേഷ്യം കാണിക്കുക. ഇത് ആരോടാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? എന്തിനാണ് ജോലി എടുക്കാൻ പറഞ്ഞാൽ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? കിച്ചണിൽ ചെന്നിട്ട് അവരവരുടെ ജോലി ചെയ്യാൻ പറഞ്ഞാണോ ഈ ദേഷ്യം കാണിച്ചത്? സത്യം പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിയായിരുന്നു. അതുമാത്രമല്ല, അനീഷിനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എപ്പിസോഡിൽ കാണിക്കാത്ത സ്ഥിതിക്ക് ഇത് ലാലേട്ടൻ ചോദിക്കത്തില്ല. കാരണം എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത്. കാരണം അതൊരു ഫിസിക്കൽ അസാൾട്ട് ആയതുകൊണ്ട്. കാരണം മുമ്പുള്ള സീസണിലൊക്കെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോയിൽ നിന്ന് എടുത്ത് കളയും. അപ്പോൾ ഇത് ഫിസിക്കൽ അസാൾട്ടായിട്ട് പ്രേക്ഷകർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അപ്പം പ്രേക്ഷകരെ അഭിപ്രായം മാനിച്ച് ചിലപ്പം ഇതിനെതിരെ നടപടി എടുക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം അത് കാണിക്കാതിരുന്നത്. അത് എന്താ കാണിക്കാത്തതെന്ന് അറിയത്തില്ല. പക്ഷെ അത് ലൈവിനകത്ത് കാണിച്ചു കേട്ടോ. ലൈവിനകത്ത് കണ്ട ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വിഷയം ആദില തന്നെ പറയുന്നുമുണ്ട്, പുള്ളിക്കാരി എന്നെ സമ്മതിക്കുന്നുമുണ്ട്. ചീത്ത വിളിച്ചെന്ന് വരെ പറയുന്നുണ്ട്. ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ട് ചീത്തയും വിളിച്ചെന്ന്, ഏതോ വെച്ചിട്ടൊക്കെ ചീത്തയും വിളിച്ചെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നോമിനേഷനിൽ എല്ലാവരും നോമിനേറ്റും ചെയ്യുന്നുണ്ട്. അതല്ലേ ഈ നോമിനേഷൻ, ഇത് എപ്പിസോഡിനകത്ത് നോമിനേഷൻ കാണിക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ വെളിയിലോട്ട് വരുന്നു. അപ്പോഴാണ് കുറേ ആൾക്കാർ, ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർ അന്തം വിടുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? അനീഷിനെ കുനിച്ചു നിർത്തി മർമ്മത്തിനകത്തൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ അതൊക്കെ വേറൊരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ പ്രതികരിച്ചേനെ. അനീഷ് ആയതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് തോന്നുന്നു അനീഷ് പുള്ളിക്കാരൻ്റെ ഒരു വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സപ്പോർട്ട് അനീഷിന് ഇല്ല എന്നുള്ളൊരു ചിന്തയാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അനീഷ് വിചാരിച്ചിരിക്കുന്ന അവിടെ ഷാനവാസിനും അതുപോലെ അനുമോക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കാരണം അങ്ങനെ ചിന്തിക്കും. കാരണം ഒരു കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾ ഒരു പ്രേക്ഷകർ ഈ ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന് മുമ്പേ അനീഷിനെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാത്തൊരു മനുഷ്യൻ അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് സപ്പോർട്ട് കിട്ടും. ചിലപ്പോൾ ഒരു 5-6 ആൾക്കാർ കഴിഞ്ഞിട്ട് നിൽക്കുന്ന വോട്ടിങ് ഇതിൽ നിൽക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കിട്ടും എന്നുള്ള ചിന്തയായിരിക്കും അനീഷിന്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സപ്പോർട്ട് പുള്ളി ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കാം പുള്ളി കുറേ കാര്യങ്ങൾ വിട്ട് കളയുന്നത്. കാരണം അത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ
എങ്ങനെ പ്രതികരിക്കും, ചിലപ്പം അടുത്ത നോമിനേഷൻ വരുന്ന സമയത്ത് ഞാൻ പുറത്തു പോകും എന്നൊക്കെ ചിന്താഗതി കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ട് പോലും പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, നല്ലൊരു മനുഷ്യനാട്ടോ, ക്വാളിറ്റി ഉള്ളൊരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ അനീഷ്. കാരണം ഇന്നലത്തെ ജയിലിൽ പോയി കിടക്കുന്ന സീനൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പുള്ളിയുടെ ഒരു സഹതാപം തോന്നി. കാരണം ജയിലിൽ നിന്നിട്ട് മുത്ത് മുത്തു ഈ ഈ ഈ വട്ടം ബിഗ് ബോസ് നല്ലൊരു ടാസ്ക്കാണ് കൊടുത്തത് ജയിലിനകത്ത്. കാരണം മുത്ത് കോർക്കുന്നത് ഇത് സീസൺ 4-നകത്ത് റോബിനും അതുപോലെ റിയാസും ജയിലിൽ പോകുന്ന സമയത്ത് കൊടുത്തിരുന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ ഈ ടാസ്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, മുത്ത് കോർക്കാൻ പറ്റത്തില്ല. അതല്ല, രണ്ടുപേരും പരസ്പരം ചെയ്തേ പറ്റൂ. ഒരാൾ ചെയ്ത് മറ്റൊരാൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഇങ്ങനൊരു ഈ ഒരു ടാസ്ക് സീസൺ 4-നകത്ത് റിയാസ് അലീമിനും അതുപോലെ റോബിനും കൊടുത്ത ആ ഒരു ജയിലിൻ്റെ ഇതിനകത്താണ് ഇവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്. അപ്പം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് ഇവർക്ക് കൊടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജയിലിനകത്തൊരു കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് കൊടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മാന്യമായിട്ട് നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും ഹാൻഡിൽ ചെയ്തു. എനിക്കൊന്നും ആദില ചെയ്തിട്ടില്ല, അനീഷ് മാത്രമാണ് അവിടെ കുത്തിയിരുന്നത് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരന് കൊടുത്ത് ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. അതിലേക്കാളും എന്തായാലും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയം ഉണ്ടല്ലോ, ഈ ആദിലയുടെയും അനീഷിൻ്റെ വിഷയം നാളെ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇന്ന് ഇങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ചോദിച്ചിട്ട് നാളെ ആദിലെ ഫയർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഫയർ ചെയ്തിരിക്കണം, കാരണം അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടെങ്കിലും അത് ചെയ്തിരിക്കണം. കാരണം ആ രീതിയിലുള്ള പരിപാടിയാണ് ഈ ആദില അനീഷിനോട് കാണിച്ചത്. അതുമാത്രമല്ല, ടാസ്കിനകത്ത് നടന്ന സംഭവങ്ങൾ, ടാസ്കിനകത്ത് വളരെ മോശമായിട്ട് പ്രൊവോക്ക് ചെയ്ത് ജ്യൂസ് തട്ടിക്കളയുന്നു, അത് തട്ടിക്കളയുന്നു, ഇത് തട്ടിക്കളയുന്നു അല്ലേ. പിന്നെ അനുമോളെ പ്രൊമോയ്ക്കകത്ത് അനുമോളൊരു കാര്യം കാണിച്ചല്ലോ. അപ്പോൾ അത് അനുമോളെടുത്ത് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ല. അനുമോളെടുത്ത് ചോദിക്കുന്ന എന്ന് വെച്ചാൽ ലാലേട്ടൻ ചോദിക്കുവാണ്, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യണോ ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി കുറച്ച് ഇച്ചിരി ഇതായല്ലോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റിജക്റ്റ് ചെയ്ത് കളയുന്നു, അങ്ങനെ ഒരു ഇതിൽ ചോദിക്കുക. അല്ലാതെ അനുമോളത്തൊന്നും വലുതായിട്ടൊന്നും ദേഷ്യപ്പെടുന്നില്ല. കാരണം ലാലേട്ടൻ അറിയാം അനുമോള് ആ കിട്ടിയ ക്യാരക്ടർ നല്ലതുപോലെ പക്കയായിട്ട് വൃത്തിക്ക് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടെന്നറിയാം. കാരണം അനുമോൾ അവിടെ അത്രയും ഒരു പിന്നെ എനിക്ക് തോന്നി കുറച്ചൊക്കെ ഒന്ന് അയഞ്ഞു കൊടുക്കാമായിരുന്നു. എനിക്ക് തോന്നിയത് കേട്ടോ, കുറച്ചൊക്കെ ഒന്ന് അയഞ്ഞു കൊടുക്കുക. കാരണം അവർക്ക് കോയിൻ കൊടുത്ത് കുറച്ച് കോയിനൊക്കെ കൊടുക്കാമായിരുന്നു എനിക്കും തോന്നിയായിരുന്നു. പിന്നെയും നോക്കാൻ നേരത്ത് അതൊരു ടാസ്ക്കാണ്, ഗെയിമാണെങ്കിലും ആ പുള്ളിക്കാരിക്ക് ഒരു കിട്ടിയ റോളിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അത് പുള്ളിക്കാരി അവിടെ കീപ്പ് ചെയ്തു, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അനുമോക്കൊന്നും വലുതായിട്ടൊന്നും ഫയറിങ് ഒന്നും ചെയ്തില്ല കേട്ടോ. അനുമോളെ ഇതൊക്കെ ഒന്ന് ലാലേട്ടൻ കൂളായിട്ട് സംസാരിച്ച് വിട്ടതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫയറിങ് കിട്ടിയേക്കുന്ന അനീഷിനാണ്.